ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. 10.82 9 മണിവരെയുള്ള പോളിംഗ് ശതമാനം. ഡൽഹിയിലെയും ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും ഇന്നാണ് വോട്ടെടുപ്പ്. ജമ്മുകശ്മീരിൽ EVMകൾ തകർക്കാൻ ശ്രമം എന്ന് പരാതിപ്പെട്ട പ്രവർത്തകരെ പൂട്ടിയിട്ടെന്ന് ആരോപിച്ച് PDP നേതാവും സ്ഥാനാർത്ഥിയുമായ മെഹബൂബ മുഫ്തി പ്രതിഷേധിക്കുകയാണ്. ഡൽഹി നിർമ്മാൺ ഭവനിൽ സോണിയാഗാന്ധി വോട്ട് ചെയ്തു. ലോധി എസ്റ്റേറ്റിലെ ആദർശ് വിദ്യാലയത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വോട്ട്. ബൽറാം നെടുങ്ങാടിയും നിതിൻ അംബുജനും അച്യുതനുമാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, എങ്ങനെയാണ് ഈ പോളിംഗിന്റെ പുരോഗതി? വേണു, ഈ 6ാം ഘട്ടത്തിലെ ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടക്കുന്ന വോട്ടെടുപ്പിൽ ഇതുവരെ 11 മണിവരെ 25.76% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന പോളിംഗ് 36.88% പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉത്തർപ്രദേശിലും മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ 27.06% ഉത്തർപ്രദേശിലെ പോളിംഗ്. ജാർഖണ്ഡിലും 27.8% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് 11 മണിവരെ. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലകളിൽ സാധാരണ ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ മേഖലയിൽ ശക്തമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. 44 ഡിഗ്രിക്കോ അതിനു മുകളിലോ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ കൂടുതൽ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് കാണാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ വസന്ത് കുഞ്ചിലെ സൗത്ത് ഡൽഹി മണ്ഡലത്തിലുള്ള വസന്ത് കുഞ്ചിലെ ദീപ് പബ്ലിക് സ്കൂളിലാണ്. ഇവിടെയാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വോട്ട് ചെയ്യാൻ എത്തുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തും. ഇന്ന് രാവിലെ 9:30 CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും വോട്ട് ചെയ്യാനായി AKG ഭവന് തൊട്ടടുത്തുള്ള സെന്റ് കൊളംബസ് സ്കൂളിൽ എത്തിയിരുന്നുവെങ്കിലും യന്ത്രത്തകരാറിനെ തുടർന്ന് ഇരുവർക്കും ആദ്യം വോട്ട് ചെയ്യാൻ ആയില്ല. വോട്ടെടുപ്പ് ആരംഭിച്ച് 1 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ബാറ്ററി തീർന്നു എന്ന കാരണം പറഞ്ഞാണ് വോട്ടെടുപ്പ് 1 മണിക്കൂറോളം മുടങ്ങിയത്. തുടർന്ന് രേഖാമൂലം പരാതി നൽകുകയും ഇതിൽ ശക്തമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ബൃന്ദ കാരാട്ട്. ഇതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം പിന്നീട് ഈ പ്രശ്നം പരിഹരിച്ചതായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചറിയിച്ചതോടെ ഇരുവരും മടങ്ങിയെത്തി വീണ്ടും വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഈ യന്ത്രത്തകരാറുകൾ ഡൽഹിയിലും പല പോളിംഗ് സ്റ്റേഷനുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ 6ാം ഘട്ടത്തിൽ എന്നുള്ളതാണ്. ശക്തിയേറിയ മത്സരമാണ് ഇത്തവണ ഡൽഹിയിൽ നടക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസും ഒപ്പം തന്നെ ആം ആദ്മിയും പാർട്ടിയും ആണ് ഇന്ത്യ സഖ്യത്തിനായി മത്സരരംഗത്തുള്ളത്. BJPയുടെ 7 സിറ്റിംഗ് സീറ്റുകളാണ് ഡൽഹിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം ഇത്തവണ ഡൽഹിയിലുണ്ട്. എന്തായാലും ഇപ്പോൾ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഈ പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറത്ത് സാമാന്യം തിരക്ക് അനുഭവപ്പെടുന്നു. ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിത്തുടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിയുന്നത്. കനത്ത ചൂടിന്റെ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. എങ്കിൽ പോലും ഡൽഹിയിലെ ഇത്തവണയുള്ള കടുത്ത പോരാട്ടത്തിന്റെ ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിലും പ്രകടമാകുമെന്ന് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ കഴിഞ്ഞ ഏതാണ്ട് അരമണിക്കൂറോളമായി തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുക. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അച്യുതനും ചേരുന്നു. അച്യുതൻ ഉള്ള സ്ഥലത്തും എങ്ങനെയാണ് വോട്ടിംഗിന്റെ നില? വേണു, പൊതുവെ രാവിലെ ഒരു 10 മണി മുതൽ ഈ വോട്ടർമാരുടെ ഒരു തിരക്ക് അനുഭവപ്പെട്ടു എങ്കിലും ഈ ഉഷ്ണം കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ നേരിയ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതിന് ഉച്ചയ്ക്ക് ഒരു 3:30 ശേഷമായിരിക്കും വോട്ടിങ്ങിനായി കൂടുതൽ ആളുകൾ എത്തിച്ചേരുക എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. കാരണം ഉഷ്ണമായതുകൊണ്ട് തന്നെ ഈ ഒരു 10 മണിക്ക് ശേഷം ചൂട് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ അവരത് വോട്ടിംഗ് ശതമാനത്തിലും ബാധിച്ചിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും അത് പ്രകടമാണ്. എന്തായാലും പ്രതീക്ഷ അർപ്പിക്കുന്നത് ഒരു 3:30 ശേഷം ഈ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ ഒരു വർധനവ് ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം നേരത്തെ ന്യൂഡൽഹി മണ്ഡലത്തിൽ 55% പോളിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ 2019. എന്നാൽ ഇത്തവണ അത് മറികടക്കും എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾ തന്നെ അവകാശപ്പെടുന്നത്. മാത്രമല്ല ഡോർ ടു ഡോർ ക്യാമ്പയിനുകളായിരുന്നു പല പാർട്ടികളും സംഘടിപ്പിച്ചത്. ആം ആദ്മി ഇത്തവണ വരുമ്പോൾ 2019 ഇത്തവണ വരുമ്പോൾ ഇന്ത്യ സഖ്യം 2 പാർട്ടികൾ ഒരുമിച്ച് ചേർന്നിട്ടാണ്, അതായത് കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഡൽഹിയിലെ 7 സീറ്റുകളിൽ മത്സരിക്കുന്നത്. അത് എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളതാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം അതടക്കമുള്ള കാര്യങ്ങൾ ആം ആദ്മി
പ്രചാരണ വിഷയമാക്കി മാറ്റിയിരുന്നു. പക്ഷേ അവസാനം സ്വാതി മലിവാളിന്റെ ഒരു പരാതി, ഒരു കേസ് വന്നതോടുകൂടി അത് ആം ആദ്മിക്ക് ഒരു തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അത് മറികടക്കാൻ പല വാർത്താ സമ്മേളനങ്ങൾ, ഔദ്യോഗിക വസതിയിലെ CCTV ദൃശ്യങ്ങളുടെ ചെറിയ ചെറിയ കട്ടിങ്ങുകളെല്ലാം പുറത്തുവിട്ടുകൊണ്ട് ആം ആദ്മി പ്രചരണങ്ങൾ സജീവമാക്കിയിരുന്നു. പക്ഷേ അത് ഏതൊക്കെ തരത്തിൽ ആം ആദ്മിയെ ബാധിക്കുമെന്നുള്ളതും കാണേണ്ടതാണ്. മറിച്ച് BJPക്ക് സംബന്ധിച്ചുകൊണ്ട് ആം ആദ്മി വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ശക്തമാക്കി. കാരണം നേതാക്കളെ അടക്കം ജയിലിലടയ്ക്കുന്നു, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഉയർത്തിയുള്ള പ്രചരണമായിരുന്നു ആം ആദ്മിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അത് എത്രത്തോളം ആം ആദ്മിക്ക് ഗുണം ചെയ്യും എന്നുള്ളതും കാണേണ്ടതാണ്. പൊതുവെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ വിവരങ്ങൾ